വന്ന് കണ്ട് പിന്നെ ആമിന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതെ അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചായിരുന്നു സാറിനെ, എൻ്റെ മോളെ. അവർ 3 പേരും കൂടി, അവളെ ഭർത്താവ് എന്ന് പറയുന്നവനും ഉമ്മായും അവളുടെ സഹോദരിയും കൂടി 3 പേരും അതിക്രൂരമായിട്ട് മർദ്ദിച്ചു കുട്ടിയെ പല പ്രാവശ്യങ്ങളായി. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് എവളെ നോക്കാനായിട്ട് ചെന്നപ്പോൾ എവള് ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. അവിടെ ആരുമില്ല. ഞാനാണ് പിന്നെ അവിടെ നിന്ന് അപ്പോഴേ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് നേരെ മെഡിക്കലിൽ കൊണ്ടുപോകണം. മെഡിക്കലിൽ കൊണ്ടുവന്നാണ് സ്കാൻ ചെയ്തതിന് ശേഷം MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അസുഖമുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. നമ്മൾ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നീന്താനൊക്കെ അറിയാവുന്നതാണ്. അതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും, എൻ്റെ മോനെ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും, പിന്നെ സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ മോനെ വിരട്ടി യവന്മാർ ഒരു 7 പേര് കൂടി ചെന്ന്, പിന്നെ എൻ്റെ ഭാര്യയെ വണ്ടി കയറ്റി ഇറക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഇവിടെ വെച്ച് അടിച്ചു, ഈ ഹോസ്പിറ്റലിൽ വെച്ച്. ഞാനവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള സെക്യൂരിറ്റി എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചാണ് അവനെ പോലീസിൽ കൊടുത്തത്. ആ കേസ് ഇവിടെ ഭാസ്കർ എന്ന് പറയുന്നതാണ്. ഇല്ല, അവൻ കൊച്ചാണ്. എൻ്റെ മോൻ 15 വയസ്സേ ആവുന്നുള്ളൂ. ഒരു കാര്യമില്ല. അവന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വസ്തു അവന് ആമനായി കൊണ്ട് എഴുതി മേടിപ്പിക്കണം. നമ്മൾ വെളിയിൽ പോകണം. വസ്തു എന്ന് പറഞ്ഞാൽ 10 സെന്റ് ആ വീടും അത് ഇവന് വേണം. ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ പ്രത്യേക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കുക, ഇവർ 3 പേരും കൂടെ ചെന്ന് എന്നിട്ട് ഓരോ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പൈസ തട്ടുക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. സ്ഥിരം അങ്ങനെ നീങ്ങുന്നുണ്ട്. നമുക്ക് പരാതി കൊടുക്കണം. നമ്മളിവിടെ നെടുമങ്ങാട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് കൊടുത്താണ്, 6 മാസമായി ഇപ്പോൾ കൊടുത്തിട്ട്. അത് വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു കാര്യം ഒന്നും കാണിച്ചില്ല. അവർ വിളിച്ചിട്ടുണ്ട്, വരയണമെങ്കിൽ വരട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതെ പോലീസിന് വേണ്ടിയല്ല. ഇവൻ്റെ വണ്ടി ഈ പിന്നെ ഇതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ വലിയ ഓട്ടോ ഒക്കെ, ദൂരെയുള്ള ഓട്ടോ ഒക്കെ ഇവനാണ് പോകുന്നത് പോലീസിൽ. ഞങ്ങൾക്ക് ഒരുപാട് ഉറപ്പുകൾ തന്നു. അവനെ നല്ല രീതിയിൽ നല്ലതുപോലെ തൃപ്തികരമാണ്. തീർച്ചയായിട്ടും. മുഹമ്മദ്, 15 വയസ്സ്. സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ട് ചികിത്സയ്ക്ക്. സർക്കാരിനെ കൂടെ നമ്മൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ല. നമുക്ക് ആവശ്യം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളെ വസ്തു എല്ലാം പണയത്തിലാണ്. അതിന്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് പൈസകൾ വേണം, ചികിത്സയ്ക്ക് വേണം. ഇപ്പോൾ തന്നെ 10-25 ലക്ഷം രൂപയോളം പുറത്തായി. അതിൽ 10-15 ലക്ഷം രൂപ നമുക്ക് ഒരുപാട് പേര് തന്നാണ് നമ്മൾ സഹായിച്ചത്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഇപ്പം നമ്മളതിൽ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.